ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു മുരിങ്ങയിലയും വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ചക്കക്കുരു നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് ഇവിടെ കുറച്ചാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ചെറിയ പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്കിട്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ചധികം ചേർത്ത് കൊടുക്കണം. 4-5 വിസിൽ അടുപ്പിച്ചെടുക്കണം. എന്നാലേ നമ്മുടെ കുരു നന്നായിട്ട് വെന്തൊടിഞ്ഞ് കിട്ടുള്ളൂ. വെള്ളവും ചേർത്ത് ഇനി നമുക്ക് അടിച്ചു വെച്ച് 4 വിസിൽ അടുപ്പിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് മുരിങ്ങയില എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നുള്ളിയെടുക്കാം. തണ്ടൊക്കെ പോക്കിയിട്ട് ഒന്ന് ഈരിയെടുക്കുന്നുണ്ട്. ഇത് ചിലർ ഈ തണ്ടും കൂടെ ഒഴിവാക്കാതെ തന്നെ എടുക്കാറുണ്ട്. എനിക്ക് അങ്ങനെ എടുത്താൽ എന്തോ പോലെയാണ്. അപ്പോൾ ഞാൻ ചെറിയ തണ്ട് വരെ പോക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ മുരിങ്ങയിലേക്ക് ഞാൻ ഇതാ എടുത്ത് വെച്ചു. അപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഇട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം. വിസിലൊക്കെ അടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയറൊക്കെ പോക്കി ഒന്ന് തുറക്കുന്നുണ്ട്. അപ്പോൾ കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഒടിച്ചു കൊടുക്കാം. കയ്യിൽ ഫോണുള്ളത്, ഒരു കയ്യിൽ ഫോണാണ് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ഒടിച്ച് വന്നതിന് ശേഷം വീഡിയോ എടുക്കാം. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 പച്ചമുളകും ചെറിയ 2 ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായി ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കുരുവിൽ ഉപ്പ് ഇട്ട് കൊടുത്തതുകൊണ്ട് ഇലയിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഉപ്പും ഇട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം. കൂടുതൽ സമയം വേവിക്കേണ്ട. ഇനി നമുക്ക് നേരത്തെ ഒടിച്ച് വെച്ച ചക്കക്കുരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ചധികം ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് ചൂടാറി വരുമ്പോഴത്തേക്കും ഇത് നല്ല ടൈറ്റായിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഒറ്റ തിളയ്ക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിന് പിന്നെ വേറൊന്നും വേണമെന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ കറി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനിതാ ഞാൻ തീ ഓഫ് ചെയ്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.